ദ്വാപരമാം യുഗം പോകുന്ന കാലത്ത് ദ്വാരകയിൽ ഹരി വാണിടുമ്പോൾ കുന്തിതനയരാം ധർമ്മപുത്രാദികൾ കാരണ്യവാസം കഴിച്ചു. പിന്നെ അജ്ഞാതവാസം കഴിപ്പാൻ വിരാടന്റെ ചൊൽക്കൊണ്ട മന്ദിരം തന്നിലെത്തി. പ്രച്ഛന്നവേഷരായ ധർമ്മപുത്രാദികൾ വന്നിതെന്നിട്ടും ധരിച്ചിടാതെ രാജൻ വിരാടൻ പല പല ജോലികൾ പാണ്ഡവന്മാർക്കു പകുത്തു നൽകി. സന്യാസി അംഗങ്കനായി വന്ന ധർമ്മജൻ വീരവിരാടന്റെ തോഴനായി. ഭീമൻ വലലനെന്നുള്ള പേരിൽ മഹാരാജൻ അടുക്കള വേലയായി. ഉർവശീശാപം ബലിപ്പിക്കുവാൻ പാർത്തനന്നു ബൃഹന്നള എന്ന പേരിൽ പെണ്ണിന്റെ രൂപം ധരിച്ചു രാജാവിന്റെ പുത്രിക്കു നൃത്തം പഠിപ്പിക്കയായി. ലായങ്ങൾ തന്നിൽ കുതിരയെ നോക്കുന്ന വേലയ്ക്കു നിന്നു നകുലവീരൻ. ഗോക്കളെ മേയ്ക്കുന്ന ജോലിയെടുത്തു കൊണ്ടങ്ങിനെ വാണു സഹദേവനും. രാജ്ഞിക്കു നല്ല കളഭമുണ്ടാക്കുന്ന വേലയ്ക്കു പാഞ്ചാലി നിന്നുവല്ലോ. സൈരന്ധ്രി എന്നു വിളിച്ചിതവളയാം നാട്ടുകാർ വാസ്തവമോർത്തിടാതെ. വേഷമെല്ലാവരും മാറിയെന്നാകിലും പാണ്ഡവർ തന്റെ കലാവിശേഷം മങ്ങിയില്ലായവർ ചില്ലിനാൽ മൂടിയ ദീപം കണക്കെ ഒളി പരത്തി. വേഷപ്പകർച്ചതൻ ലാഘവ മാത്രയ്ക്കു കേമമെന്നല്ലാതെ എന്തു ചൊല്ലാം. പാണ്ഡവരാണിവരെന്നൊരു ജീവിയും ഈശ്വരമായയാലോത്തതില്ലേ. വേഷപ്പകർച്ചതൻ ലാഘവ മാത്രയ്ക്കു കേമമെന്നല്ലാതെ എന്തു ചൊല്ലാം. ഇതുവിധം 5-6 മാസമാവീടയാം സരസരാം പാണ്ഡവർ വാണിരിക്കെ ബഹുവിരോധൻ മഹാവീരനാം കീചകൻ ഒരു ദിവസം അപ്പുരം തന്നിലെത്തി. അവനുടെ സോദരിയാണു വീരാടന്റെ ഹൃദയമാലേയിക്കും വലിയ റാണി. ശാലൻ വീരാടനാം കീചകൻ തന്നുടെ മേനി പുകഴ്ത്തി വിളിച്ചിരുത്തി. കൊട്ടാരമേടയിൽ കൂട്ടുകൂടിക്കൊണ്ടു തെല്ലുനാളങ്ങനെ താമസിച്ചു. റാണിയാകുന്ന സുദർശനയ്ക്കു നൽകുറി കൂട്ടുപാത്രങ്ങളും കയ്യിലേന്തി. ഭൂലോകരംഭയെ പോലെ നടക്കുന്ന സൈരന്ധ്രിയെ അവൻ നിന്നു കണ്ടു. രോമാഞ്ചമാകുന്ന കുപ്പായവുമിട്ടു കാമന്റെ കോമരം പോൽ വിറച്ചു. സൈരന്ധ്രിയാകുന്ന പാഞ്ചാലി തന്നുടെ തന്മേനി പുകത്തിടുവാൻ സാധ്യമല്ലത്രയ്ക്കു സുന്ദരിയാണിവൾ. ശ്രീ മഹാലക്ഷ്മി തന്നംശമത്രേ. ഇങ്ങനെയുള്ളൊരാ സുന്ദരി പെണ്ണിനെ കണ്ടൊരാ കീചകനിണ്ടലായി. ഏറ്റവും നല്ലത് എനിക്കു തന്നെ എന്ന് മോഹിച്ചു പോകും അഹങ്കാരികൾ. റാണിയാകുന്ന സുദർശനതൻ സോദരൻ താനും അതുപോലെ ഉള്ളിലോർത്ത് നോക്കുന്ന നേരം അവൾ തന്നു തന്നുടെ സോദരി വാഴുന്ന മാളികയിൽ മെല്ലെ കടന്നതോ കണ്ടു. വിശേഷങ്ങളെല്ലാം അറിയാൻ തിടുക്കമായി പോയി. സുദർശനയെ കണ്ടു രഹസ്യമായി കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളാം എന്നോ നിനച്ചവൻ നിൽക്കുന്ന നേരത്ത് സൈരന്ധ്രി വീണ്ടും വരുന്ന കണ്ടു.
കീചകൻ തന്റെ സമീപത്തു കൂടിയ പെൺമണി മെല്ലെ കടന്നുപോയി. കീചകൻ മെല്ലെ സുദർശനയെ കാണുവാൻ കോപ്പു കൂട്ടിച്ചെന്നു കണ്ടു. പിന്നെ സൈരന്ധ്രി തന്റെ വിശേഷമെല്ലാം അറിഞ്ഞാശ്വാസമോടെ തിരിച്ചു പോന്നു. സോദരി തന്നെ തോഴിയാണെന്നറിഞ്ഞെങ്ങനെയെങ്കിലും കാര്യസാധ്യം കൈവരിക്കാമെന്നുറച്ചു. കുറച്ചുനാൾ താമസമായി വിരാടന്റെ കൂടെ. പിന്നെ ഒരു ദിനം കീചകൻ നേരിട്ട് സൈരന്ധ്രിയെ ചെന്നു കണ്ടു. പിന്നെ പുഞ്ചിരിച്ചുള്ളിലുണ്ടായ വികാരങ്ങളെല്ലാം തുറന്നവൻ ചൊല്ലിയാടി. സൗന്ദര്യറാണിയാം കീചകൻ തൻ സൗന്ദര്യറാണിയാം സൈരന്ധ്രി തൻ മുന്നിൽ കീചകൻ യാചകനായി മാറി. എന്നെ പുണരുവാൻ താമസിക്കല്ല നീ, ലോക സൗന്ദര്യം തികഞ്ഞവളെ. അമ്മാരന്റെ സായകം അഞ്ചും തറച്ചു ഞാൻ അഞ്ചുന്ന കാര്യമറിയണം നീ. എന്നുടെ രാജവും ഭോഗവസ്തുക്കളും എല്ലാം നിനക്കു ഞാൻ കാഴ്ചവെക്കാം. ചുംബനം ഒന്നിങ്ങു തന്നേ മതിയാകൂ, ബാക്കി കാര്യങ്ങൾ ഇരുട്ടിലാകാം. ഇങ്ങനെ ലജ്ജാവിഹീനം പുലമ്പിയ കീചക വാചകം കേട്ടു തന്നെ അല്പം ഭയന്നു വിനയ പുരസ്സരമിത്തരമുത്തര